എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. ജിലേബി നമുക്ക് പലതരത്തിലുണ്ടാക്കാം. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് പുളിയുള്ള ജിലേബി. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ചെറിയൊരു പുളിയുള്ള ടൈപ്പ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ജിലേബിയാണ്. വളരെ ടേസ്റ്റിയാണ്. അതേസമയം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം ഇപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ തന്നെ ഇതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ബ്ലോഗിൽ ഓൾറെഡി എത്രയോ വർഷം മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. നിങ്ങൾക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്താൽ മതിയോ. എൻ്റെ ബ്ലോഗിലെ റെസിപ്പിയാണ്, വീഡിയോ അല്ല, ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. 45ാമത്തെ വർഷമാണ് അവർ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സ്വീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ വിളിച്ചു വിഷ് ചെയ്തു. അവരുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, അടുത്ത വർഷം സാധിക്കുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നിങ്ങൾ ഒരുപാട് നാളുകളെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന റെസിപ്പി ആയിരുന്നില്ലേ. ഓക്കെ, നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്, ചായ ഉണ്ടാക്കുന്ന പാത്രം. അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് കേട്ടോ. അതുപോലെ തന്നെ അതിലോട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. പഞ്ചസാരയുടെ ആ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മധുരം വേണമെന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു നുള്ളു ഉപ്പ്. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അവസാനം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അവസാനം മാത്രം മതി, ഇപ്പോൾ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കാർഡമം പൗഡർ, അതായത് ഏലക്കപ്പൊടിയോ കുങ്കുമപ്പൂ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ ഫ്ലേവേഴ്സ് വലിയ താല്പര്യമില്ല. നമ്മൾ ചെറുനാരങ്ങയുടെ ആ ഒരു വാസനയും ചെറുനാരങ്ങയുടെ ഒരു പുളിയും ഉണ്ടല്ലോ, അത് മതിയാകും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഞാനിപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആക്കുന്നില്ല. സാധാരണ നമ്മൾ പറയാറുള്ളത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് ഒറ്റ കമ്പി പരുവം വേണമെന്നാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കിനും ആകെ അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് ശരിക്കും സോഫ്റ്റ് ആവുന്നില്ല ജിലേബിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ഗുലാബ് ജാമുൻ റെസിപ്പിയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു 7 മിനിറ്റോളം നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പുളിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ചെറുനാരങ്ങ നീരിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യാണത്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടൽ വരുന്നുണ്ട്, പക്ഷെ ഓവറായിട്ട് ഒട്ടൊന്നുമില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ജിലേബിയുടെ കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസിൻ്റെ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് മൈദയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. 1/2 ഗ്ലാസ് മൈദ എന്ന് പറയുന്നത് 7 ടേബിൾ സ്പൂൺ മൈദയാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഈ 2 പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദയും കോൺഫ്ലോറും തമ്മിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഞാനിപ്പോൾ വെറുതെ മിക്സ് ചെയ്യുന്നേ ഉള്ളൂ, ഒരു സ്പൂൺ വെച്ചിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് വേണമെന്നൊന്നുമില്ല കേട്ടോ. അത് തൈരിനെ ഒന്ന് മോരാക്കിയിട്ട് മിക്സ് ചെയ്താലും മതിയാവും, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കളറാണ്. ഇതിലോട്ട് ഒരു യെല്ലോ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് കളർ വേണമെങ്കിൽ ചേർക്കാം, കളർ ഇല്ലാതെ ഉണ്ടാക്കാം, വേണമെങ്കിൽ പച്ച കളർ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുറച്ച് കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മറ്റേ ജിലേബി ഞാൻ വേറൊരു ദിവസം ചെയ്തു തരാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ജിലേബിയിൽ ആദ്യം തുടങ്ങാം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ്. ചെറിയ പുളിപ്പുള്ള ജിലേബിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ ഒരു അല്പം മാത്രം മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. ഞാനിവിടെ ചെറുനാരങ്ങ നീര് ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരുപാട് ചേർക്കണ്ട. ഓക്കെ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് അല്പാൽപമായ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. ഇതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജിലേബി നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ആദ്യം തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തങ്ങ് മിക്സ് ചെയ്യാം. നിങ്ങൾക്കൊരു മിക്സിയിൽ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം മിക്സിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ മിക്സി ക്ലീൻ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതിനേക്കാളും കുറച്ച് മടി വിചാരിച്ചിട്ട് ഫോർക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ കളർ ചേർക്കാണ്ട് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാണ്ട് ഉണ്ടാക്കാം. പിന്നെ മൈദ ഇല്ലാതെ ആട്ട വെച്ച് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, പക്ഷേ ഇത്ര പെർഫെക്ഷൻ വന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ജലേബി ഉണ്ടാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അഥവാ വെള്ളം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു അല്പം മാത്രം മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവങ്ങ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ആവാം. ഞാൻ 1/2 ഗ്ലാസ് മുഴുവൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് മൈദ എടുക്കുന്നത് ആ സെയിം ഗ്ലാസിൻ്റെ അളവ് തന്നെ എടുത്താൽ മതി എല്ലാത്തിനും. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം മാത്രം അവസാനം മാത്രം ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഒരു പശ പോലെ പോകുന്നുണ്ട്, പക്ഷേ ഇച്ചിരി ഒരു ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് താഴോട്ട് വീഴുന്നില്ല. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ട് അങ്ങ് വന്നാൽ മതി. ഈസി ആയിട്ട് പോരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല, നമുക്ക് അങ്ങ് ചുറ്റാനുള്ള. അതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളിയൊക്കെ കറക്റ്റാണ്. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എനിക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആണെങ്കിൽ ബേക്കിംഗ് സോഡ മാത്രം വെച്ച് ചെയ്ത് നോക്കൂ. ഞാൻ രണ്ടും ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. കംപ്ലീറ്റ് ഭാഗം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. ഒരു സാധനങ്ങൾ അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എനിക്ക് 1/2 ഗ്ലാസ് വേണ്ടി വന്നിട്ടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഒരു 2 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട് വെള്ളത്തിൽ. അപ്പോൾ നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ എടുക്കാം. അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് ഉള്ള പൈപ്പിംഗ് ബാഗ് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സിബ്ലോ കവർ ഇല്ലേ, സിബ്ലോ കവർ എടുത്താൽ മതിയാകും. അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞോളൂ. അതിനുശേഷം ഏതെങ്കിലും ഒരു കോർണറിലോട്ട് മാവ് ആക്കിയതിന് ശേഷം ഈ സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ ചെയ്തപ്പോൾ എനിക്ക് പണി കിട്ടിയതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. എൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ് ഉള്ളപ്പോൾ ഇവിടെ കിടക്കുന്നത് അല്ലേ, അത് മെറ്റലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചൂടുള്ള ഓയിലിലോട്ട് ഈ ജിലേബി ഇങ്ങനെ പ്രസ് ചെയ്ത് ഇടുമ്പോൾ ഈ ബ്രേസ്ലെറ്റ് ചൂടാവാനും നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ബ്രേസ്ലെറ്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, വള കയ്യിലുണ്ടെങ്കിൽ വളയാലും ബ്രേസ്ലെറ്റ് ഊരി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റുകൊണ്ട് നിങ്ങളടുത്തൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ഷെയർ ചെയ്തു മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വലിയ ഗ്ലാസ് എടുക്കുക, ഹൈറ്റുള്ള ഗ്ലാസ് എടുക്കുക. അതിലോട്ട് നമ്മൾ കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യില്ല, അതുപോലെ തന്നെ ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒഴിക്കാൻ ഇതിലേക്ക് ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ജിലേബിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത്, അത് ഒരുപാടൊന്നുമില്ല. ഞാൻ മറ്റേതിൽ ഇച്ചിരി ഭാഗം ചെയ്ത് കാണിച്ചു തരാം, മറ്റേ കവർ വെച്ചിട്ട്. തൽക്കാലം അപ്പോൾ ഇത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അപ്പോഴേക്കിനും എണ്ണ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ അധികം കുഴിയില്ലാത്ത സോസ് പാനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ചൂടാക്കുക. ഇതിലോട്ട് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരുപാട് വേണ്ട, ജിലേബി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ മാത്രം മതിയാകും. ആ സമയത്ത് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ചൂടോടുകൂടി ഉള്ള ജിലേബി ചൂടോടുകൂടിയുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇടുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് ഉള്ളിലോട്ട് അങ്ങ് വലിച്ചെടുക്കുള്ളൂ ഷുഗർ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരിക്കലും ക്രിസ്റ്റലൈസ് ആവില്ല, കാരണം ഇത് വൺ സ്റ്റിങ് കൺസിസ്റ്റൻസിയിലല്ല ഇരിക്കുന്നത്, നല്ല ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് ജിലേബി പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, മീഡിയം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പ് ഉണ്ടല്ലോ, കത്രിക വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ആദ്യമായിട്ട് അത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് 3 എണ്ണ അറ്റ് ടൈം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ചുറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് മതി. ബാക്കിയുള്ളത് ആ ഗ്ലാസ്സിൽ തന്നെ ഇറക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വീഴും. എന്നിട്ട് ഇപ്പം ചൂട് കറക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ എണ്ണയുടെ. നമ്മളൊന്ന് തിരിച്ചിടാം. നല്ല വീർത്ത് വരും. നല്ല ക്രിസ്പി ആയതിനു ശേഷം മാത്രം ഇത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ.
അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ തന്നെ അതങ്ങ് അതിലോട്ട് തന്നെ വീണു പോകും. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജിലേബി നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചിടണം. ആദ്യം തിരിച്ചിടുമ്പോൾ തന്നെ സൂക്ഷിക്കണം പൊട്ടിപ്പോവാതെ. ഈ ഷേപ്പൊക്കെ ഇത് മതി. നമുക്ക് മറ്റേ ജിലേബി ഉണ്ടാക്കുമ്പോൾ വേറെ ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെറിയ ജിലേബിയുമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, സൈസ്. എനിക്ക് ഷുഗർ സിറപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഗ്ലാസ് മതിയാകും കേട്ടോ. 1 ഗ്ലാസ് വെള്ളവും 3/4 ഗ്ലാസ് ഷുഗറും മതിയാകും എൻ്റെ ഒരു പാകത്തിന്. ഇതിപ്പോൾ ഇച്ചിരി മധുരം കൂടുതലാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ടത് തിരിച്ചിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുത്ത് കോരി വയ്ക്കുക. അല്ലെങ്കിൽ ഒരുപാട് നേരം ഇട്ട് വെച്ച് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അങ്ങ് സോഗിയായിട്ട് മാറും. അപ്പോൾ വിത്തിൻ 20 സെക്കൻഡ്സ് നമുക്കിതങ്ങ് എടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ചെറിയ ചൂടുള്ള സിറപ്പാണ് കേട്ടോ അത്. അതങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ജിലേബി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സിബ്ലോ കവറിലും കൂടെ കാണിച്ചു തരാം. അപ്പോൾ സിബ്ലോ കവറിൽ ഞാൻ ഇടുമ്പോൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയാണേ. പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ടിയുള്ള ഭാഗം കളയുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തോട്ട് വരുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, ഒരുപാട് വലിയ ഹോളായിട്ട് ഇടണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഇതും വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റേ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഈ കാണിച്ച പോലെ തന്നെ സിബ്ലോ കവർ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഏത് കവർ വെച്ചിട്ടും ഇതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനത്തെ ജിലേബിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനം ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ജിലേബി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കിയേ, ഒരു തരി മാത്രം ഷുഗർ സിറപ്പ് ഇവിടെ ബാക്കി വന്നിട്ടുള്ളൂ, ഞാൻ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഷുഗർ സിറപ്പ് നമുക്ക് ബാക്കി വരും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജിലേബി? ചെറുതും വലുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10-20 ജിലേബി ഇതെന്തായാലും ഉണ്ടാവും ഈ ചെറിയൊരു അളവിൽ നിന്ന് ഉണ്ടാക്കിയാലും. അപ്പോൾ കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ഉണ്ടാക്കുക. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്താൽ മതി. അല്ലാണ്ട് ഒരുപാട് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കേണ്ട. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിനുള്ള ചെറിയ പാത്രങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ പുറത്ത് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഒരുപാട് സമയം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരില്ല. ഈ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയൊക്കെ ആ ഒരു ഇത് നഷ്ടപ്പെടും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്